പടം അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എന്ന് ഒറ്റ വാക്കി നിർത്താൻ പറ്റത്തില്ല. അതായത് നമുക്ക് തീരാൻ പോകുന്ന തുടങ്ങും അവിടുന്ന് വീണ്ടും തുടങ്ങുന്നത്. ട്വിസ്റ്റുകൾ ഒരുപാടുണ്ട്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അതിൻ്റെ എൻഡിങ്ങിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്. പിന്നെ മേക്കിങ്ങും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തേക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. എല്ലാവർക്കും അതിൻ്റെതായ ഒരു നല്ലൊരു എന്തുവാ കൊടുത്തേക്കുന്ന ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തേക്കുന്ന രീതിയാണ് അടിപൊളിയാണ്. എന്തായാലും ബോറടിക്കില്ല, അടിപൊളിയായിട്ട് നമുക്ക് കണ്ടിരിക്കാം. മസ്റ്റ് വാച്ചബിളാണ്. പിന്നെ ഫാമിലി ആയിട്ട് വന്ന് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്നു. ആസിഫലി 25 അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു ക്രൈം ത്രില്ലർ, നമ്മുടെ കിഷ്കിന്ധകാണ്ഡം കണ്ട പോലെ ഒരു ക്രൈം ത്രില്ലർ കണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമുക്കൊരു ലാഗും ഇല്ലാതെ ഒരു പഴയ ഒരു കാതോടെന്ന് പറഞ്ഞ പടത്തിന് റെഫർ ചെയ്ത് ഒരു അടിപൊളി ക്രൈം ത്രില്ലർ ഇറക്കിയിരിക്കുകയാണ്. നമുക്ക് ഒരു കുറ്റവും പറയാനില്ല, ആദ്യം തൊട്ട് അവസാനം വരെ. അതായത് ആസിഫലി നിറഞ്ഞാടുകയാണ്. ആസിഫലിയുടെ അത്രയും തന്നെ നമ്മൾ അനുസരിച്ച് അടിപൊളി ഡെപ്തുള്ള റോൾ ആദ്യം മുതൽ അവസാനം വരെ ആസിഫലിയുടെ വേറെ റോള് തന്നെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. കിടിലം പടം എന്ന് വെച്ചാൽ നമ്മുടെ ഭരതേട്ടനെയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന്, ജഗദീഷിനെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നൊരു നല്ലൊരു റെഫർ ചെയ്ത് നല്ല പഠിച്ച് ഇറക്കിയ ഒരു പടം ക്രൈം ത്രില്ലർ. അടുത്ത കിഷ്കിന്ധകാണ്ഡം, ആസിഫലിയുടെ സമയം ക്ലിയർ.